രഘുരാമൻ നമ്മുടെ മുല്ലമംഗലത്ത് ഭവാനിയമ്മയുടെ മോനാ. ആ ചത്തുപോയി എന്ന് കരുതി തെക്കൻ. അവൻ ചത്തിട്ടില്ല, ദുബായിൽ കോടീശ്വരനായി വന്നിരിക്കുക. എന്തൊരു പത്രാത്. അല്ല, ദേവ മുതലാളി നിന്നെ മറന്നു വെച്ചോ? രഘുരാമനല്ലേ? അപ്പൊ ഇനി മുതൽ എന്റെ ഡ്യൂട്ടി അവിടെയല്ലേ മിസ്റ്റർ വാറുണ്ണി? ഓക്കേ. ഇതാണോ തെണ്ടി പറഞ്ഞ സ്വിമ്മിംഗ് പൂള്? AC ഉള്ള സുഖസമൃദ്ധമായ മുല്ലമംഗലം തറവാട്. അതോ എനിക്ക് തെറ്റ് പറ്റിയോ? എന്താ കുളിക്കാൻ പോവാ? അല്ല, ചാടി ചാവാൻ പോവാ. എന്റെ അളിയന് കഴിക്കാൻ പറ്റിയ പുതിയ സാധനങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പഴയ സാധനങ്ങൾ കഴിച്ചാൽ എന്റെ അളിയന്റെ ഓയിൽ സീല് പോകും. അപ്പൊ തന്നെ എന്റെ ഓയിൽ സീല് പോയത്. ഇതുവരെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ കഴിച്ചിട്ട് ആരുടെ ഓയിൽ സീൽ പോയിട്ടില്ലല്ലോ. ഇതിവിടെ ഉള്ളവർക്കല്ല, ഗൾഫിൽ നിന്നവർക്കാ. അവിടെ കിട്ടും, നോക്കി ഇവിടെ കിട്ടൂ. ഇതിവിടെ കിട്ടുമോ? കിട്ടുമോ? താൻ എന്തുട്ടാ പറയണത്? ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാ കഴിക്കണത്. 555 സിഗരറ്റിന് മണം വായുവിൽ ലയിക്കുന്നു. അപ്പൊ ആരെ ഗൾഫിൽ നിന്ന് വന്നേ? വളരെ നല്ല കോമ്പിനേഷൻ. ടൈറ്റ് ആണെങ്കിൽ ഒട്ടുമില്ല. നല്ല ബനിയൻ. ഇത് എവിടെ നിന്ന് കിട്ടി? കിട്ടി പോലെ. എല്ലാം ആയില്ലേ? ഒന്ന് വേഗം ആവട്ടെ. അതെല്ലാം വേഗം കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയിലെടുത്ത് വെക്കറാ. അതൊക്കെ അവൻ ചെയ്തോളും. ആ 722 കൂടെ ഇത് കൂടി എഴുതിക്കോ. പച്ചു രഘുവിന്റെ പേരിലായിക്കോട്ടെ. പതുക്കെ പതുക്കെ, എയർ പിടിക്കലേ, ബനിയും പൊട്ടും. പതുക്കെ പതുക്കെ. അതെല്ലാം വേഗം എടുത്തു പോയി. നിങ്ങൾ എങ്ങോട്ടാണ് സുഹൃത്ത്? നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയണേ? ഗൾഫിൽ നിന്ന് ആര് വന്നാലും കാര്യം അവിടെ എത്തണ്ടേ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സൈനിക വന്ന് ഈ ആഴ്ച തിരിച്ചുപോയി. ഇപ്പൊ മുല്ലമംഗലത്ത് രഘുരാമന്റെ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചതാണോ? ഇവരെല്ലാരും കൂടി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യും? നീ അങ്ങനെ ആരെയും അറ്റൻഡ് ചെയ്യണ്ട. നീ ഈ ഭാഗത്ത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഞാനേ വീട്ടിൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. കാറിലെ ആളിരിക്കണം, അലിവും മീൻചാറും പോലെയാ. അളിയാ, കിടക്കണ കിടപ്പ് കണ്ട സേലം വണ്ടി സൈഡായ പോലെയാ. അളിയാ, അളിയനു അതിന് നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയില്ലല്ലോ. ഇല്ല, ഞാൻ അളിയന്റെ പെങ്ങളെ കെട്ടാൻ തയ്യാറാണല്ലോ. 60 വയസ്സുള്ള എന്റെ പെങ്ങളെ പറ്റി അനാവശ്യം പറയുന്നോടാ. എന്നാൽ ആ വിഷയം വിട്ടുകളിയാ. ഞാൻ സാറൊന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെ കിടന്ന് കിടന്ന് ചന്തി ചൂടാവന്റെ ചെമ്പകശ്ശേരി രാമ, ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനൊന്ന് കൺകുളിർക്കൊന്ന് കണ്ടോട്ടെ. എന്തിനാടാ? അവൻ ഉറങ്ങുക. തൽക്കാലം പുറത്തുനിന്ന് കണ്ടാ മതി. അവിടെ അവിടെ കന്നുകാലികൾക്ക് അകത്തേക്ക് പ്രവേശനമില്ലേ? ഇല്ല 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 അല്ലേ? ഇല്ല. അന്ന് ഈ മുതലിനെ എത്രയും പെട്ടെന്ന് എടുത്ത് തൊഴുത്തിലേക്ക് മാറ്റി കെട്ടി കിട്ടോ. എന്റെ തന്തയോട് എന്ത് പറയടാ? രഘുരാമ, ആരാ? നിന്നെ ഞാനൊന്ന് കെട്ടിപ്പുണരട്ടെ രഘുരാമ. ഞാൻ ഇതിലെ എങ്ങനെ നിന്നെ കെട്ടിപ്പുണരും? ഞാൻ അതിലേ വരാം. രഘുരാമ, നീ എവിടെയായിരുന്നടാ? നീ വെളുത്ത് കറുത്തു പോയില്ല മോനെ. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. ഈ പഴയ ബാല്യകാല സഖി കരുവിനെ നീ മറന്നോ? കുരു? കുരുവല്ല, കരു. ഫോണോ തൂന്നിൽ കരുണൻ. ഞാനിതിപ്പോ ചെറുതാക്കി കെ കരുന്നാക്കി. ഓ ശരി. ഇപ്പൊ ഓർമ്മ വന്നല്ലോ. എനിക്കറിയാം ഈ പഴയ കാല സുഹൃത്ത് കരുവിനെ നീ മറക്കില്ലെന്ന്. പണ്ട് നമ്മൾ ചെറുതുരുത്തി സ്കൂളിൽ 1 മുതൽ ഒരുമിച്ച് പഠിച്ചതും പച്ചമാങ്ങ പറിച്ചതും പരൽമീനെ പിടിച്ചതും പാര വെച്ചതും മറന്നുമോ രഘുരാമ? കരുണൻ, നീ ഇപ്പൊ എന്ത് ചെയ്യണു? നിന്നെ പോലുള്ള ചങ്ങാതിമാര് മുഴുവൻ ദുബായി പോയിപ്പോ അവരുടെ കുടുംബം മുഴുവൻ നോക്കേണ്ട ചുമതല എന്റെ തലയിലായി. എനിക്കിപ്പോ എവിടെയും തിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനിപ്പോ ഒരു ലോണിന് ശ്രമിക്കാ. ലോണോ? എന്തിന്? സ്വയം തൊഴിൽ കണ്ടെത്താൻ. സ്വയം തൊഴിലോ? കല്യാണം കഴിക്കാനാ. ബാങ്കുകാര് ആരും ലോൺ തരണില്ല. നീ തരോ? ചിരിക്കണ്ട. ഇത് ശരിയാക്കാണ്ട് നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല രഘുരാമ. എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് തരാന്ന് പറഞ്ഞില്ലേ? ഭവാനിയമ്മേ, ഭവാനിയമ്മേ. അല്ല മാഷോ, ഇരുന്നട്ടെ. വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കല്ലേ? അതൊക്കെ എപ്പോഴേ അറിഞ്ഞു. നാട് മുഴുവൻ ഇപ്പൊ നല്ല സംസാരം. അതെ, ആളെവിടെ? ഇവിടെ ഇല്ലേ? രാവിലെ ഷൊർണൂർ വരെ പോണം. ബാങ്കിൽ എന്തോ ഇടപാടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു.
മോനെ രഘു മാഷിരിക്കെ, ഞാൻ ചായ എടുക്കാം. എനിക്ക് ഓർമ്മയുണ്ടോ? കണ്ണി ഇട്ടുകിട്ടുന്ന ആ വാ വാ. നീ ആളാകെ മാറിപ്പോയല്ലോ. അതെല്ലാം പെട്ടെന്നായിരുന്നു. നീ ഗൾഫിലാന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് ഇതൊരു ആഫ്രിക്കൻ വേഷമാണല്ലോ. ആഫ്രിക്കൻ ഗൾഫിലാണല്ലോ മാഷേ. ഇതൊരു പുതിയ അറിവാണല്ലോ. പഠിക്കുമ്പോ നീ മിടുക്കനായിരുന്നല്ലോ. അപ്പൊ ഞാനാണ് ഏറ്റവും മോശക്കാരനായ വിദ്യാർത്ഥി എന്ന് മാഷ് പറഞ്ഞു നടക്കുന്നതോ? പക്ഷെ ഞാനോ? രഘുരാമൻ പഠിക്കാൻ സമർത്ഥനായിരുന്നു ആർക്കും അറിഞ്ഞൂടാത്തത്. അതിന് ഞാൻ രഘുരാമനല്ലല്ലോ, ഞാൻ കരു. മാഷ് പെട്ടില്ലേ? പെട്ടു. അല്ല, ഇത് നമ്മുടെ കോണോത്തൂന്നിലെ കരുണനല്ലേ? ഞാനത് ചെറുതാക്കി കെ കരുന്നാക്കി. രഘുരാമ. ആ രഘുരാമൻ വന്നു. രഘുരാമ, നിനക്ക് ഓർമ്മയില്ലേ? ഇത് നമ്മുടെ സ്വദേശി മാഷ്. നന്നായി പഠിപ്പിക്കും. പിന്നെ എനിക്കറിഞ്ഞൂടെ, മാഷിനെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്കറിയാം, നിനക്കൊന്നും എന്നെ അങ്ങനെ മറക്കാൻ പറ്റില്ല. ഈ വീടായിട്ട് എനിക്കുള്ള ബന്ധം അങ്ങനെയൊക്കെയാ. ഇപ്പോ നിങ്ങളൊക്കെ വലിയ നിലയിലെത്തി. എല്ലാം മാഷിന്റെ അനുഗ്രഹം. നിനക്കത് പറയാനുള്ള മനസ്സിലുണ്ടായല്ലോ. ഇക്കാലത്ത് ആർക്ക് വേണം ഗുരുത്വവും ബഹുമാനമൊക്കെ. അല്ല, എന്തോന്ന് വേഷം? ഇതൊക്കെ ഒരു ബ്രേക്ക് സ്റ്റൈലല്ലേ? രഘുന്നറിയോ, മാഷാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സഹായത്തിനുണ്ടാവാറ്. ചന്ദ്രപ്പന്റെ വിധി ഇങ്ങനെയാവുന്ന ആരാ കരുതിയത്? ഏതായാലും ഭവാനിയമ്മയ്ക്ക് സമാധാനമായല്ലോ. മോൻ വന്നൂലോ, അതും പണക്കാരനായിട്ട് തന്നെ. എന്താ? പണവും പ്രശസ്തിയും ഒന്നും എനിക്കിനി വേണമെന്നില്ല മാഷേ. ഇവൻ വന്നല്ലോ, അത് മതി. ഇനി ആകെ ഒരു വിചാരമുള്ളത് ശ്രീദേവിയുടെ കാര്യത്തിലാ. അതൊക്കെ അതാതിന്റെ സമയത്ത് നടക്കും ഭവാനിയമ്മേ. നമുക്ക് ഷൊർണൂര് പോയിന്ന് കലക്കണ്ട മാഷേ. കലക്ക്? എന്ത് കലക്ക്? ഇതൊന്നും ഓൾഡ് മാൻസിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല രഘുരാമ. ഓ, നിന്റെ ഈ അസുഖം ഒന്നും മാറി കിട്ടാത്ത മഹാകഷ്ടം. ആട്ടെ, രഘുവിന് എത്ര മാസത്തെ ലീവ് ഉണ്ട്? അത് കുറച്ചു ദിവസത്തെ ലീവ് ഉണ്ട്. ഞാൻ അറിഞ്ഞട്ടെ, ട്രഷറി വഴി ഒന്ന് പോണം. പെൻഷൻ കിട്ടുന്നത്. അളിയൻ കൊറേ നേരമായാലും ഇവിടെ ഇങ്ങനെ കിടക്കണത്. ഇനിയെങ്കിലും ഒന്ന് അകത്ത് പോയി റെസ്റ്റ് എടുക്കാൻ പറയാമേ. അതൊക്കെ വലിയ പാടാ. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. എന്തിനാണ് ട്രൗസറിന്റെ വള്ളിക്ക് ഇത്ര നീളം? ഒരു മുണ്ടുടുക്കായിരുന്നു. ഭയങ്കര നീളം തന്നെ. നീ ആ കണ്ണെടുത്ത് മാറ്റി മോത്തുള്ളൂ. കണ്ണുണ്ട്. ഈ വഴികളൊക്കെ മാറിയല്ലേ? പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നോണ്ട് പെട്ടെന്ന് മനസ്സിലാവണില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. എന്ത്? അളിയൻ വന്നതും പെങ്ങളെ കൊണ്ടുപോയതും. അക്ക ഗൾഫ് റോളർ അല്ലേ? റോളർ അല്ല, ഡോളർ. അതെ, ഡോളർ. ഈ ഇടവഴികളൊക്കെ റോഡായി, റോഡൊക്കെ പുഴയായി. ഇവിടുന്ന് ടൗണിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടല്ലേ? പിന്നെ രാവിലെ 10:30 മണിക്കുള്ള ബസ് കഴിഞ്ഞാൽ പിന്നെ കടത്ത് തന്നെ ശരണം. പിന്നെ നിന്റെ അളിയന്റെ കള്ള ടാക്സി ഉണ്ടല്ലോ, നമുക്ക് ഷൊർണൂര് ബാറി പോയി അടിച്ചു പൊളിക്കണ്ടേ? പൊളിക്കാനൊന്നും ഞാനില്ല. പിന്നെ അതൊക്കെ പോലീസ് കേസാവും. ഞാൻ ആ അടിച്ചുപൊളിയല്ലേ ഉദ്ദേശിച്ചേ, ഈ അടിച്ചുപൊളി. കരു, നമ്മുടെ പഴയ പരിചയക്കാരെ കാണുമ്പോ നീയൊന്ന് ഓർമ്മപ്പെടുത്തണേ. അല്ല, കൊറേ കാലം മുമ്പ് കണ്ടിട്ടുള്ളല്ലേ? ഈ കണ്ണ് കാണുന്നില്ല. ഈ കണ്ണ് കാണാൻ പറ്റുന്നില്ല. എടാ, സ്റ്റിക്കർ വെച്ചിട്ടാണ്. നീ അങ്ങോട്ട് മാറ്റേ. അത് ശരി. ഓ, ഇത് വെച്ചോണ്ട് നടക്കണ അന്തന്മാരെ സമ്മതിക്കണം. അതെന്താ? എടാ, ഇത് വെച്ചോ ഒന്നും കൂടി ഇരിക്കാവല്ലേ? നീ അത് വെക്കണ്ട. ഇത് വെക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഇതിന്റെ ഒരു കുറവ് കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ പ്രേമം അലസി പോയത്. വരണം നിന്റെ അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി? ഏതമ്മുക്കുട്ടി? അഭിനയിക്കില്ലേ, നിന്റെ മുറപ്പെണ്ണ്. ആഹാ, മുതലിവിടെ കിടക്കണ്ടല്ലേ? ആ ടയറൊക്കെ ഊരി വിറ്റുണ്ടോന്ന് ശരിക്കും നോക്ക്. ശരിക്കും നോക്കടേ. ഞാൻ ചിന്തിക്കായിരുന്നു. താൻ തൊട്ട് ചിന്തിക്കണ്. ടയറിന്റെ കാര്യം ഞാൻ ചിന്തിച്ചോളാം. അല്ല, ബസ് ഓടിക്കാൻ അളിയൻ മതിയോ? ഒരുപാട് ആളിൽ കേറണതല്ലേ? ബസ് അങ്ങോട്ട് മറിഞ്ഞാലോ? ബസ് മറിയേ? ഏത് ബസ്? അളിയൻ വാങ്ങാൻ പോണ ബസ്സേ. ആഹാ, കാറിന് മേടിച്ച കാശ് മുഴുവൻ തന്നു തീർക്കാണ്ട് ബസ് മേടിക്കേ? എടാ പിള്ളേരെ, ആ ചക്കര 4 ഇവിടെ വണ്ടി കയറ്റാ. ഓനക്ക് പോയിട്ട് വേറെ പണിയുണ്ടേ. ആ പണി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു. ഇതൊക്കെ തന്നെ എന്റെ പണി. അളിയങ്കടാവല്ലേ? അതെ, ഞാൻ ലോനപ്പൻ, കുന്നംകുളത്തുനിന്നാണേ. വണ്ടിലോല എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആണ്. എന്റെ ഒരു ബുക്ക് ഉണ്ട്, 91-98 SSLC ബുക്കേ. മനസ്സിലായില്ല അല്ലേ? ആ വണ്ടിയുടെ RC ബുക്ക്. 5 മാസമായി മുതലില്ല, പലിശില്ല.
ഞാനേ ഒരു പ്രാരാബ്ധക്കാരനാണ്. എന്റെ മക്കളും നന്നായിട്ട് മീൽസ് എടുക്കേ. എന്റെ പൊന്നു ലോനപ്പേട്ട, എന്റെ കയ്യിൽ 2000 രൂപയുണ്ട്. ബാക്കി കാശ് ഞാൻ പിന്നെ തരും. ഈ കാശിനൊരു കുഴപ്പമുണ്ട്. കാശ് വരും പോവും, പിന്നെയും വരും പിന്നെയും പോവും, പിന്നെ പോയാ ഒരിക്കലും വരില്ല കേട്ടോ. സ്വാമിയാണ് അയ്യപ്പൻ. ആയിക്കോട്ടെ. അതെ. അപ്പോ ഒരു 10-15 ദിവസത്തിനകത്ത് ബുക്കുമായിട്ട് വരും. ഓ, ടയറൊന്നും അഴിക്കണ്ട, നിങ്ങൾ ജീപ്പി കയറ്. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹമുള്ള കൂട്ടത്തില. പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോ എന്റെ ജാതകത്തിൽ ഒരാളെ കൊല്ലണം എന്നുണ്ട്. അത് നിങ്ങളിൽ ആരും ആവരുത് കേട്ടോ. നമ്മുടെ വണ്ടി എടുക്കടാ. ഇയാളുടെ ജാതകം മാറുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം വിടണം. ആരാണ്? നിങ്ങൾ കുളിക്കുന്നില്ലേ? ഓ, നിങ്ങൾ പോയി ആ കുളത്തിലൊന്ന് മുങ്ങിട്ട് വാ. ഇനിയിപ്പൊ അവിടം വരെ പോണ്ടേ? വേണ്ട, കുളം ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇത് കുളമല്ലേ? അയ്യടാ, ഒരു തമാശ. ആണുങ്ങളായാലേ കുറച്ച് ആണത്തൊക്കെ വേണം. അവർക്ക് ബസ് വാങ്ങിക്കൊടുക്കാൻ പോണെന്ന്. അത് നല്ലതല്ലേ? നമുക്ക് വെറുതെ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. പോകാം. ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ആയിക്കോട്ടെ. അയ്യോ, ചെമ്പകശ്ശേരിക്കോ? ബാക്കി പൈസ ഇല്ലാതെ എന്നാ അമ്മ പടി കയറ്റൂല. നിങ്ങൾ രഘുവിനെ വിളിച്ച കാര്യം പറ. ബസ്സും ലോറിയൊക്കെ വാങ്ങി മറ്റുള്ളവർ അവന്റെ കാശ് മുടിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് തരാമെന്ന് പറഞ്ഞ ബാക്കി കാശ് ചോദിക്കേ. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. നിങ്ങൾക്ക് ഇങ്ങനെ എച്ചു പിടിച്ചിരുന്നാ മതിയോ? എനിക്ക് അതാ ഇഷ്ടം. ബസ്സിൽ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. എന്റെ തലവിധി ഇതായി പോയില്ല എന്റെ ഈശ്വര. ചോരുപടി കടന്നുറങ്ങാൻ മാത്രമായിട്ടൊരു ഭർത്താവ്. രഘു, 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 രഘു ഇവിടെ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഓഹോ, അപ്പൊ ആ സാധനമൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയോ? ഞങ്ങൾ നാഷണൽ ബാങ്കിൽ നിന്നാ മിസ്റ്റർ രഘുരാമൻ. ഇരിക്കൂ. എല്ലാരും ഇരിക്കൂ. രഘു, ഞാൻ രഘുവിന്റെ ഒരു ഫ്രണ്ടാ. ഇത് അളിയൻ, എന്റെ അല്ല, രഘുവിന്റെ. അതെയോ? ലംബോദരം പിള്ള. ഹലോ, രഘു വന്നല്ലോ. ഗൾഫിലായിരുന്നു അല്ലേ? അപ്പൊ കുറെ സമ്പാദ്യങ്ങളൊക്കെ കാണുമല്ലോ. പെട്ടെന്ന് അവധി ശരിയായപ്പോ ഞാനിങ്ങ് വന്നേ ഉള്ളൂ. വരുന്നതിന് മുമ്പ് ഞാൻ അയച്ച DD ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഞാനവിടെ വരാതിരിക്കായിരുന്നു. എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം. ഞങ്ങളും പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ വന്നത് ഡെപ്പോസിറ്റിന്റെ കാര്യം ഞാൻ ആലോചിക്കാം. അതല്ല, നിങ്ങളുടെ ഈ വീട് പണയപ്പെടുത്തി കുറച്ച് രൂപ ലോൺ എടുത്തിരുന്നല്ലോ. അതിപ്പോ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിരവധി തവണ പറഞ്ഞതാ, ഒരു റെസ്പോൺസും കണ്ടില്ല. അതിപ്പോ മുതലും പലിശയും ചേർത്ത് 1 ലക്ഷത്തിന്റെ അടുത്ത് വരും. അത് പറയാനും കൂടിയാ ഞങ്ങൾ വന്നത്. അത് നോക്കാം. കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മതി, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പിന്നെ ഡെപ്പോസിറ്റിന്റെ കാര്യം, NRI ആണെങ്കിൽ ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന് അറിയിച്ചാൽ മതി. ഓ, ഞങ്ങൾ വന്നോളാം. പിന്നെ ലോക്കർ സൗകര്യമുള്ള ഒരേ ഒരു ബാങ്കാ ഞങ്ങളുടേത്. നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും സൂക്ഷിക്കാം. എന്തും വയ്ക്കാൻ പറ്റോ? പിന്നെന്താ, വളരെ സേഫ് ആയിരിക്കും. ഒരു വലിയ ഉരുപ്പടിയാണെങ്കിലോ? വലുതെന്ന് വെച്ചാ ഇതിനെ നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് വല്ല ചില്ലറ തരാൻ പറ്റോ? സോറി. ഒരു ചായ. മൗലി മതി. തിങ്കളാഴ്ച ഒന്ന് നാം വിട മാട്ടേ. നാം കേക്കേ കറുവള്ളി. എന്നടി அப்படி விடக்கூட மாட்டேன். உன்னை நான் தந்தூரி ஆக்கிடுவே, சவிட்டிடுவே, சுட்டிடுவே. എന്താടാ നടുറോട്ടിൽ എന്താ ആട് സിംഗാരോ? വണ്ടി കയറ്. കേരള വണ്ടിയില് அப்படி